എടാ മന്ദബുദ്ധി, നാളെ നിന്റെ റിലീസ് അല്ലേ? ഏതെങ്കിലും മന്ദബുദ്ധി ഇങ്ങനെ ചെയ്യൂടാ? എന്റെ പഴവങ്ങാടി ഗണപതിയെ വീണ്ടും കുളമായ. ശരി വാ. ഈ കാര്യം ആരോടും പറയല്ലോ കേട്ടോ. സോപ്പ് കണ്ട് പേടിച്ച പോലീസാന്ന് പറഞ്ഞ് ഞങ്ങളെ സസ്പെൻഡ് ചെയ്തേക്കും. അതുകൊണ്ടാ ഈ കാര്യം ആരോടും പറയാതിരിക്കണമെങ്കിൽ നിങ്ങളൊരു പുതിയ സോപ്പ് വാങ്ങിച്ചു. എനിക്ക് നന്നായിട്ടൊന്ന് കുളിക്കാനുള്ളതാ. ഇവളെന്നെ പീഡന കേസ് പിന്നെ അകത്താക്കും. അണ്ണൻ വരുന്നുണ്ട്. നമസ്കാരം ചേട്ടാ. സ്വീകരണം പോലെ തന്നെ ബഹുമാനവും കുറഞ്ഞല്ലേ? എനിക്ക് റെസ്പെക്ട് വേണം. എനിക്ക് ആശ് വേണം, ക്യാഷ്. എനിക്ക് GK ഒന്ന് കണ്ടേ പറ്റൂ. അണ്ണാ നാളെ GK അണ്ണന്റെ വീട്ടിൽ പാർട്ടി ഉണ്ട്. എന്തിനാ അടിച്ചതെന്ന് നിനക്കറിയാ? ആ GK നീ അണ്ണനെന്ന് പറഞ്ഞത് അവനല്ലേ ചേട്ടാ? തല്ലിക്കൂടെ? ആ GK എന്ന് പറയുന്നവൻ എന്റെ മുന്നിൽ പുല്ലാടാ, പുല്ലേ. അവന് കൊട്ടേഷന് സ്കെച്ചൊക്കെ പറഞ്ഞു കൊടുത്തത് ഞാനാടാ. ഫംഗ്ഷന് കത്തയച്ചിരുന്ന ഇൻവിറ്റേഷൻ അയച്ചില്ലെങ്കിൽ ഞാൻ പോകില്ലെന്ന് അറിഞ്ഞുകൂടെ? എനിക്കറിയില്ല. ആ പേപ്പർ മേലെ എടുക്ക്. പ്രിയപ്പെട്ട ബാക്കരയാണത്. അണ്ണന്റെ ശിഷ്യ GK എഴുതുന്ന കത്ത്. അണ്ണാ വൈകിട്ട് ഫംഗ്ഷന് നിങ്ങൾ തീർച്ചയായിട്ടും വരണം. അണ്ണന്റെ കാല് പിടിച്ച് പറയുക. എന്താ എഴുതി കഴിഞ്ഞാ? കാല് പിടിച്ച് ചോദിച്ചാ പോയല്ലേ പറ്റൂ. അണ്ണാ മതിലോട് GK പോയി പറ. എന്താണ് തുറച്ചു നോക്കുന്നത്? എടാ ഗോവർദ്ധന, ഭാര്യയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് സുഖല്ലേ? അതേടാ നിന്റെ ഭാര്യയ്ക്ക് എന്റെ കുഞ്ഞുങ്ങൾക്കും. ഇവൻ GKയുടെ ബന്ധുവായി പോയി. അല്ലെങ്കിൽ ഒരു പണി ഞാൻ കൊടുത്തേനെ. ഹേയ് ബ്രദർ, വെൽക്കം വെൽക്കം വെൽക്കം. ഒരു മൂഡ് തോന്നി, അതാ ഇങ്ങ് വന്നേ. നിനക്ക് മൂട് വന്ന് ഈ പാർട്ടിക്ക് വരുമെന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അതെയോ? മുന്നിൽ നിൽക്കുന്ന എന്നെ കണ്ടിട്ടും ആ GK നാർക്ക് എന്നെ കെട്ടിപ്പിടിക്കാൻ തോന്നിയില്ല. അവരിട്ട് ഞാൻ പണിയും. ചേട്ടനാളൊരു കുള്ളനല്ലേ, അതുകൊണ്ടായിരിക്കും കാണാഞ്ഞത്. അയ്യോ, കുള്ളനെന്നൊക്കെ വിളിച്ചാവണ്ടല്ല, അടിച്ച് ഷേപ്പ് മാറ്റി ബോംബെക്ക് അയക്കും. നീ ഇവിടെ ഒരു ജോലിക്കാരനായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. എന്റെ കൂടെ ഒന്ന് നിന്ന് തന്നാ മതി. എന്താ അതിന് സമ്മതമാണോ? മഹാലക്ഷ്മി എവിടെയുണ്ടോ അവിടെ ഞാനും ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന ഓരോ കൊട്ടേഷനും അതിൻ്റെതായിട്ടുള്ള പെർസെന്റേജ് നിനക്ക് കിട്ടും. റിസ്ക് കൂടുമ്പോൾ പെർസെന്റേജും കൂടും. നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ സിറ്റിയിൽ നാടാർക്ക് ശേഷം നമ്മളായിരിക്കും അടുത്ത ഡോൺ. ഡോൺ ഒരാളെ പാടുള്ളൂ. ഒരു ഉറക്കകത്ത് രണ്ടു കാത്തി പാടില്ല. കേറി അങ്ങ് ഉടക്കും. നീ പറഞ്ഞത് ശരി തന്നെയാ. പക്ഷേ സിറ്റിയിൽ നാടാരെ എതിർത്തോണ്ട് ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ ഭഗവാനിട്ട് പണി കൊടുക്കാൻ മടിക്കുന്നതിനും അതാ കാരണം. ഭഗവാന് നാടാരുടെ ഫുൾ സപ്പോർട്ടുണ്ട്. ഭഗവാൻ എതിർത്താൽ പിന്നെ അതാ നാടാരെ എതിർക്കുന്ന പോലെയാവും. നാടാരുടെ ചരിത്രം തുടങ്ങുന്നത് 25 വർഷങ്ങൾക്ക് മുമ്പാ. 4 പേരെ കൊന്നുകൊണ്ടായിരുന്നു സിറ്റിയിൽ അയാളുടെ തുടക്കം. അതിനുശേഷം അയാൾ ഇവിടെ ഒരു സാമ്രാജ്യം പണിതുയർത്തി. നാടാരുടെ പിള്ളേരാണ് നന്ദനും വിഷ്ണുവും ഹരിയും. ഇവരാണ് അയാളുടെ വലങ്കൈ. പലതരത്തിലുള്ള കൊട്ടേഷനുകൾ നടത്തി ഇപ്പോൾ അയാൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി. താനൊരു നല്ല മനുഷ്യനാണെന്ന് കാണിച്ച് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ആ 3 പേരുമായി ഒരു ബന്ധമില്ലെന്ന് അയാൾ അഭിനയിക്കുക. പക്ഷെ ആർക്കെങ്കിലും ഇട്ട് പണി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ 3 പേരെ അയാൾ അപ്പം. ഈ ഇടയ്ക്ക് നന്ദൻ തനിയെ ഒരു കൊട്ടേഷൻ ടീം ഉണ്ടാക്കിയപ്പോൾ അന്ന് രാത്രി തന്നെ അവനെ തട്ടിക്കളയാൻ നാടാര് പുതിയൊരു സംഘത്തിന് കൊട്ടേഷൻ കൊടുത്തു. അതുകൊണ്ട് നന്ദൻ ഇപ്പോൾ ഒളിവിലാണ്. പിന്നെ ഹരിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊന്നും മെഗാസില്ല. എന്നെ പാർട്ടിക്ക് വിളിച്ചിട്ട് ഭഗവാന് നാടാര് അവന്റെ അമ്മേരെ നായരെന്നും പറഞ്ഞ ഒരുമാതിരി. തനിക്കാണെങ്കിൽ കൊടുക്കത്തെ ടെൻഷനാ. എന്നെയും കൂടെ ഇതിനാ ടെൻഷനാക്കുന്നേ. 24 മണിക്കൂറും ടെൻഷൻ അടിച്ച് കാശുണ്ടാക്കിയിട്ട് വല്ല ഹാർട്ട് അറ്റാക്ക് വന്ന് മൊത്തം പണവും കൊണ്ടുപോയി ആശുപത്രി കൊടുക്കും.
ഇതിന്റെയൊക്കെ കാര്യമുണ്ട്. നിനക്കറിയില്ല ചങ്ങാതി, സിറ്റിയിൽ എനിക്കും എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഹരിക്കിട്ടെങ്കിലും എനിക്കൊരു പണി കൊടുക്കണം. ഇക്കാര്യത്തിൽ നാടാർ കൈകടത്തരുത്. അതിന് ഞാൻ എന്താ വേണ്ടത്? വേഗം ഒരു 50 ലക്ഷം എടുക്ക, ഞാൻ തീർത്തു തരാം. 50 ലക്ഷം മതിയോ നിനക്ക്? ഞാൻ ഡബിൾ തരാം. എങ്ങനെ നടത്തുമെന്ന് പറ ചങ്ങാതി. ആദ്യം പാർട്ടി, പിന്നെ ബിസിനസ്. എനിക്ക് മാത്രം എന്താ ഇത്ര സൗന്ദര്യം? എന്റെ സൗന്ദര്യം കണ്ടിട്ട് എനിക്ക് തന്നെ അസൂയ തോന്നുക. ഒളിമ്പിക്സിൽ ആണുങ്ങൾക്കുള്ള സൗന്ദര്യ മത്സരം നടത്തുകയാണെങ്കിൽ ഇന്ത്യക്ക് ഞാൻ ഗോൾഡ് മെഡൽ വാങ്ങിച്ചു കൊടുക്കും. എന്നാടാ പുട്ടി പിടിക്ക് പോലെ നിൽക്കണേ? ഈ ഫംഗ്ഷനിൽ എന്നെക്കാൾ സുന്ദരനുണ്ടാ? Let's enjoy the party. അവൻ സുന്ദരനായിരിക്കും, പക്ഷെ എന്നെക്കാൾ സുന്ദരനാളാ. എന്താ പാഗ്രേട്ടാ ഇത്ര ലേറ്റ് ആയിട്ടാണോ പാർട്ടിക്ക് വരുന്നത്? പൂജപ്പറ്റയിലെ ചപ്പാത്തി അങ്ങ് പിടിച്ചെന്ന് തോന്നുന്നു. ഡേയ്, അണ്ണന് വേഗം സ്മോൾ കൊടുക്ക്. എനിക്ക് ആദ്യം വേണ്ടത് റെസ്പെക്റ്റാ. അണ്ണൻ ഏതോ ഒരു പുതിയ ബ്രാൻഡ് ചോദിക്കുന്നുണ്ട്, അത് തന്നെ കൊടുക്കണം. ചങ്ങാതി വാ. എന്റെ പേര് പാക്കര ഫ്രം പഴവങ്ങാടി. അതിനിപ്പോ ഞാനെന്താ വേണ്ടേ? പുതുതായിട്ട് കൂട്ടുകാരാകുമ്പോ പേര് പറഞ്ഞല്ലേ പരിചയപ്പെടുന്നത്. ഉള്ളവന്മാരത്തിനോട് സഹിക്കാൻ വയ്യ. തനിക്ക് വേണ്ടി ഞാൻ ഒരു ഫേവർ ചെയ്യാം. അതിൽ ഒരുത്തും തട്ടിപ്പോയാ അക്കൗണ്ട് തന്റെ പേര് പരിഹരിക്കാം. ഞാൻ കൂട്ടുകാരനാണെങ്കിൽ വേറെ തട്ടി പോണെന്ന്. നീ അവനടിക്ക്. ചേട്ടാ, മാഡം ചേട്ടാ അന്വേഷിക്കുന്നത് മോളിൽ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. നിന്റെ മുകളിലുള്ള മാഡം ചെറുക്കാണോ? ചേട്ടാ പതുക്കെ പറയട്ടാ. ഈ മാഡം എന്ന് പറഞ്ഞാൽ GK സാറിന്റെ പാർട്ട്ണർ പാർത്ഥസാരഥിയുടെ മോളാ. അദ്ദേഹം ഇപ്പൊ ഇല്ല, മോളിൽ പോയി. ഞാൻ പറഞ്ഞ തട്ടിപ്പോയി. അങ്ങനെ ചേട്ടാ, GK സാറ് മാഡത്തിനെ കല്യാണം കഴിക്കാനുള്ള പ്ലാനില്ല. അതുകൊണ്ട് അദ്ദേഹം മാഡത്തിനെ പൊന്നുപോലെ നോക്കുന്നു. സൂക്ഷിച്ചും കണ്ട് നടന്നാ കൊള്ളാം. ചേട്ടൻ ആ ടൈപ്പാന്നല്ല, ഞാൻ വെറുതെ പറഞ്ഞുള്ളൂ. ചേട്ടാ ചേട്ടൻ മുകളിലേക്ക് പോ, ധൈര്യമായിട്ട് പോ. ആ പോക്കോ. എന്തായാലും ഞാൻ വിചാരിച്ചത്രയ്ക്ക് നീ സുന്ദരനൊന്നുമല്ല. അതുകൊണ്ടാ പെൺകുട്ടികളെ ഞങ്ങൾ വല്ലാതെ അപ്പൊ ഇഷ്ടപ്പെടുന്നു. നീ പറഞ്ഞു വരുന്നത് സൗന്ദര്യം കൂടിയാലേ അത് ആണുങ്ങൾക്കും ആപത്താ. എനിക്ക് സിഗരറ്റ് വലിക്കുന്നവരെയും ഇഷ്ടമല്ല. എങ്കി ഇവിടുന്ന് പോയി. തർക്കുത്തരം പറയുന്നവരെയും ഇഷ്ടമല്ല. നിനക്ക് മാത്രമല്ല, എന്റെ സ്വഭാവം എനിക്ക് തന്നെ ഇഷ്ടമല്ല. എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ എന്റെ ഈ സ്വഭാവം ഇഷ്ടപ്പെടൂ. നിന്റെ നാടെവിടെയാ? കണ്ണൂര്. നിന്നെ കണ്ടിട്ടൊരു കണ്ണൂരുകാരന്റെ ലുക്കില്ലല്ലോ. കണ്ണൂരുകാരെ അത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല മോളെ. അവരോട് നന്നായിട്ടൊന്ന് ഇടപഴകണം. എന്തിനാ നീ കൊച്ചിക്ക് വന്നേ? വേറെന്തിനാ കൊച്ചിയിലേക്ക് വരിക? പണം സമ്പാദിക്കാൻ വേണ്ടി തന്നെയാ. പണത്തിന് വേണ്ടി നീ എന്ത് വേണേലും ചെയ്യൂ. എനിക്ക് ശരിയെന്ന് തോന്നുന്നു എന്തും ചെയ്യും. നീ കണ്ണൂരുകാരനല്ലേ, അതാ നിനക്ക് ഇത്ര ജാട. എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു പോയി. കുറച്ചു മുമ്പല്ലേ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ? ഞാൻ അങ്ങനെയാ, ഇടയ്ക്കിടയ്ക്ക് അഭിപ്രായം അങ്ങ് മാറ്റും. നിനക്ക് എന്നെ ഇഷ്ടമായോ? പെമ്പിള്ളേർ 2 ടൈപ്പാ, ഒന്ന് ചോക്ലേറ്റ്, ഒന്ന് ബുള്ളറ്റ്. എനിക്ക് ചോക്ലേറ്റാ ഇഷ്ടം. അപ്പൊ ഞാനെന്താ ബുള്ളറ്റാ? എന്തായാലും നീ ചോക്ലേറ്റ് അല്ല. കുറച്ചു നേരത്തെ നീ സുന്ദരനല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് വെറുതെയാ. സത്യത്തിൽ നീ സുന്ദരനാ. താങ്ക്സ്. ഇന്നത്തെ വാരപുരത്തിലെ ഒരു ചെത്ത് ചെറുക്കെന്നെ നോക്കി ഇതൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നാ ഞാൻ പോയിട്ട് അവളൊന്ന് കണ്ടിട്ട് വരാം. ഞാൻ നിന്നോട് പോവാൻ പറഞ്ഞില്ലല്ലോ. നീ വരാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ വന്നതല്ല, കാര്യത്തിന്റെ പോക്ക് മനസ്സിലാക്കാൻ വന്നതാ. എന്നിട്ട് എന്ത് മനസ്സിലാക്കി? സൗന്ദര്യവും ബുദ്ധിയുള്ള പെണ്ണ് വല്ലാത്ത ഡേഞ്ചറാ മോളെ. മാഷ ഒന്നെ മിസ്റ്റർ, എന്നെ കണ്ട ഒരു ടെസ്റ്റ് മാച്ച് പോലെ എനിക്ക് തോന്നും. പക്ഷെ എന്റെ ഉള്ളിൽ 2020 ഒളിഞ്ഞു കിടപ്പുണ്ട്, അറിയോ? എന്തുവാടാ നിന്റെ പ്രശ്നം? ഇടാന്ന യു മീൻ എന്നെ ഇടാന്ന? ഓക്കെ, ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് വിട്ടേക്കണം. രണ്ടാമത് ചോദിക്കുക, എന്തുവാടാ നിന്റെ പ്രശ്നം? രണ്ടാമത്തെ പ്രാവശ്യം അതെ, ഡബിൾ ഡാ. ഓക്കെ, നമ്മളെ പ്രശ്നം വേണ്ട. പക്ഷെ എനിക്ക് ഒന്നറിയണം, ഈ ഫംഗ്ഷനിൽ ഏറ്റവും സുന്ദരൻ ആരാണെന്ന് ചോദിച്ചപ്പോ ഈ പരമനാല് പറയുക നീയാണെന്ന്. നീ പറ, നീയാണോ അല്ല ഞാനാണോ സുന്ദരനെന്ന്? എടാ പുങ്ക, നീയാടാ പുങ്കനെന്നല്ലേ പറഞ്ഞേ? എന്റെ സുന്ദരനെന്ന് പറഞ്ഞാ പുങ്കനെന്ന് പറഞ്ഞ? അണ്ണനാട് ഔട്ട് വന്നെങ്കിൽ ഒരു സംശയമില്ല, അണ്ണൻ തന്നെയാ പുങ്കൻ. എന്നെ കളിയാക്കി ചിരിക്കരുത്. ചേട്ടാ അങ്ങോട്ട് നോക്ക് ചേട്ടാ.
ശ്രീഷ ഡാർലിംഗ്. പാക്കരൻ ഡാർലിംഗ്. Yeah. What is present surprise here? അപ്പൊ എന്നെ ഓർമ്മയുണ്ട്. എന്താ എനിക്ക് മറക്കാൻ കഴിയോ? ആ, ഓ. എപ്പോഴും സ്വപ്നത്തില് പാക്കരേട്ടന്റെ മുഖം തെളിയുന്നേ. സത്യാണ്. ഓ, yeah, yeah. പിന്നെ എന്തിനാ എല്ലാരും കൂടെ ചേർന്ന കുന്നത്തെങ്ങനെ സുന്ദരൻ എന്ന് പറയുന്നത്? കുടിക്കാനെന്താ? അവന് ഡാർലിങ്ങിന്റെ കൂടെ കമ്പയർ ചെയ്യാൻ പറ്റുമോ? അവന് പെൺകുട്ടികൾക്ക് റെസ്പെക്ട് കൊടുക്കാൻ അറിയില്ല. നിനക്ക് റെസ്പെക്ട് തന്നില്ലേ? ഓ, എനിക്ക് തന്നില്ല. എന്നെ കുറിച്ച് അവന് ശരിക്കും അറിയില്ല. ഇനിയാണ് ആരംഭം. ലഹള. ചങ്ങാതി, നീ ചോദിച്ച പണത്തിന്റെ ഡബിൾ ഉണ്ട്, എടുത്തോ. ഈ പണം എന്തായാലും എനിക്ക് വേണ്ട. നാടാർ കൊടുത്തയച്ചേക്ക്. ഇലക്ഷൻ ഫണ്ടിലേക്കാന്ന് പറഞ്ഞാൽ മതി. നാടാർക്ക് സന്തോഷമാവും. നീ ഹരിയെ തട്ടിയ അയാളത് കാര്യമായിട്ട് എടുക്കുകയില്ല. ഓക്കേ? ഞാൻ അയച്ച പണം നാടാരുടെ ഇലക്ഷൻ ഫണ്ടിലേക്ക് കൊടുത്തേക്ക്. എന്റെ സപ്പോർട്ട് നാടാർക്ക് എന്നും മാറാതെ ഇതുപോലെ തന്നെ ഉണ്ടാകുമെന്നും പറഞ്ഞേക്ക്. GK പതിവില്ലാതെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്തോ സംശയം തോന്നുന്നുണ്ട്. സംശയിക്കേണ്ട കാര്യമില്ല. അവൻ ഇതെല്ലാം ഇങ്ങോട്ട് കൊടുത്തയച്ചത് നമ്മെ പേടിയുള്ളത് കൊണ്ട് മാത്രമാണ്. സർ, ക്യാഷ് റെഡി ആയിട്ടുണ്ട്. നമസ്കാരം CM സാർ. സാറിന്റെ പ്രസാദം റെഡിയായി. എന്ത് പ്രസാദം? അത് 150 കോടിയാ. അയാളോട് പറഞ്ഞേക്ക് എനിക്ക് സീറ്റാ വേണ്ടത്. ഞാൻ ജയിച്ചു വരുമ്പോ എന്നെ മന്ത്രിയാക്കണം. അത് അയാളോട് പറഞ്ഞേക്ക്. സാർ എല്ലാം കേട്ടു. അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ നടക്കുമെന്ന് പറഞ്ഞേക്ക്. കൊണ്ടു കൊടുക്കടാ. പണം ജാഗ്രത. എന്റെ പണം അടിച്ചോണ്ട് പോകാൻ ആർക്കാണ് ധൈര്യമുള്ളത്? ഞങ്ങളുടെ സിറ്റി തനിക്ക് ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടോ? പക്ഷെ നിങ്ങളുടെ സിറ്റിയിൽ ഇത്രയും ഗൺസും ബുള്ളറ്റ്സും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞങ്ങളുടെ ഇവിടുത്തെ പെണ്ണുങ്ങളും ബുള്ളറ്റ് പോലെയാ. ഞാൻ ഉദ്ദേശിച്ചത് ഇവിടുത്തെ പെണ്ണുങ്ങളെ തന്നെയാണ്. ബുദ്ധിയുള്ള പെണ്ണുങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടാവാൻ പാടില്ല. രണ്ടുണ്ടെങ്കിലോ? രണ്ടുമുള്ള പെൺപിള്ളേർ നമുക്ക് സെറ്റ് ആവില്ല. ചങ്ങാതി ആളൊട്ടും മോശമല്ലല്ലോ. പക്ഷെ എന്റെ ഈ ശ്രീഷ ഉണ്ടല്ലോ, ഇവളാള് വല്ലാത്ത ഡിഫറൻറ്റാ. സുന്ദരിയുമാണ്, ബുദ്ധിമതിയുമാണ്. പക്ഷെ എനിക്ക് ഇവളെ കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്നറിയോ? ഇവളുടെ സ്വഭാവശുദ്ധി കൊണ്ടാ. സ്വഭാവശുദ്ധി എന്റെ കൺട്രോൾ. ഒരു മിനിറ്റ്. മിസ്റ്റർ, ഇത്രയും നേരം നിങ്ങൾ കുത്തി കുത്തി പറഞ്ഞത് ശ്രീഷയെ കുറിച്ചാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് ബുദ്ധിയുണ്ട്. പട്ടി ചന്തയ്ക്ക് പോയെന്ന് പറഞ്ഞ് താൻ എങ്ങാനും ഒരു പഴഞ്ചൊല്ല് കേട്ടുണ്ടോ? തർക്കുത്തരം പറയുന്നു. മിസ്റ്റർ, സൗന്ദര്യത്തെ വേണമെങ്കിൽ നമ്മൾ ഒരേപോലെ ആയിരിക്കാം. പക്ഷെ ബുദ്ധിയുടെ കാര്യത്തിൽ നമ്മൾ വ്യത്യസ്തരാ. നിന്റെ തലയിൽ ഒരു മടം ഓടുമ്പോ ഇത് മൾട്ടിപ്ലസ് തലയാ. ഒരേ സമയത്ത് 100 മടങ്ങൾ ഓടിക്കൊണ്ടിരിക്കും. ഓക്കേ, നീ നോക്കി പേടിപ്പിക്കടാ. എന്താ അടിക്കടാ? ഇത് പഴയ ജിമ്മാടാ. അടിക്കടാ, അടിച്ചു നോക്ക്. പെണ്ണുങ്ങളെ ഞാൻ അടിച്ചു. അവൻ പറഞ്ഞ നിന്നെ എന്നെ. ഡാർലിങ്ങിന് ഡൗട്ട് വന്നാ തീർച്ചയായിട്ടും ഡാർലിങ്ങിന് തന്നെ. എന്തിനാ ഞെട്ടിയത്? യുവജനങ്ങൾ അങ്ങനെയാ. യെസ്, ഷീ ഈസ് മൈ ഡാർലിംഗ്. വി മെയ്ഡ് ഫോർ ഈച്ച് അതർ. മഞ്ജു വാര്യരും ദിലീപും പോലെ. രണ്ടുപേരിൽ ആരാ മഞ്ജു വാര്യര്, ആരാ? വാ തുറന്നാ നീ തർക്കുത്തരം മാത്രമേ പറയുന്നുള്ളൂ. നിനക്ക് എന്നെ പറ്റി അറിയില്ല. ഞാൻ കീരിക്കാടിനേക്കാളും ഭീമൻ രഘുവിനേക്കാളും ഡേഞ്ചറസാ. ചുമ്മാതല്ല, ഒരു തരം തട്ടിയിട്ട് 3 വർഷം ജയിലിൽ കിടന്നതാ. തനിക്ക് മൂലക്കുരുവിന്റെ അസുഖം ഉണ്ടെന്ന് തോന്നുന്നു. അവന്മാരാ ഇങ്ങനെ ടെൻഷനായിട്ട് സംസാരിക്കുന്നത്. Don't laugh. ചിരിച്ച് എന്നെ ചതിക്കരുത്. നമ്മുടെ ജോഡി പൊരുത്തം കണ്ടുള്ള അസൂയായവര്. നമുക്ക് പോവാം. കം. ഓക്കേ, കം ഓൺ ബോയ്സ്. അല്ല, നമ്മൾ എന്താ സംസാരിച്ചു വന്നേ? പെൺകുട്ടികളെ കുറിച്ചാ അല്ലേ? അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. എന്തുകൊണ്ടാണ് നിനക്ക് പെൺകുട്ടികളെ ഇഷ്ടമല്ലാത്ത? പെൺകുട്ടികളുടെ പിറകെ നടക്കുന്നവന് നിത്യേന വെള്ളം അടിക്കണമെന്ന് ഒന്നുപോലെയാ. ചില കുള്ളന്മാരും അതുപോലെ. ബോയ്സ് ഗെറ്റ് റെഡി. നമ്മളെല്ലാരും കൂടെ ജാഥയ്ക്ക് പോവുകയാണ്. ആരും ഒന്നും പറയണില്ലേ? ഞാനോട്ട് പേടിക്കണ്ട. നീ എന്റെ മുന്നിലുള്ളതുകൊണ്ട് ആരും എന്നെ ഒന്നും ചെയ്യില്ല.
ഇവന്റെ പണി കഴിക്കണം. ഒരു തന്നെ വിടരുത്. ഞങ്ങൾ മാത്രമല്ല നീയും തീരും. എങ്കിൽ എല്ലാവർക്കും ഒരുമിച്ച് പോകണം. എന്താ GK, ഇവനാണോ ഹരി? ഇവന് വേണ്ടിയായിരുന്നു ഇത്രയും വരെ സ്കെച്ച് ചെയ്തത്? നാണല്ലേ അവന് പെണ്ണുങ്ങളെ നേരെ തോക്ക് ചൂണ്ടാൻ? വെടിക്കെട്ടൊക്കെ കഴിച്ചപ്പോ ഒരു പൂരത്തിന് പോയവരുണ്ട്. ചെറുപ്പയ്യൻ ഇവൻ handsome. ഒന്ന് ചേർന്നാലും എന്നും awesome. ചെറുപ്പയ്യൻ ഇവൻ handsome. ഒന്ന് ചേർന്നാലും എന്നും awesome. ഇനി എന്നും ഇവൻ എന്റെ സ്വന്തം. കണ്ണുകളിൽ അഗ്നിയുടെ പാട്ട്, പുഞ്ചിരിയിൽ സംഗമിക്കും സ്വീറ്റ്, നടക്കുമ്പോൾ കണ്ണുകൾക്ക് ട്രീറ്റ്, എൻ നെഞ്ചിൽ ഇവൻ തീർത്തൊരു ബീറ്റ്. ഞാൻ കൊഞ്ചി കൊഞ്ചി പാടും ഒരു ട്വീറ്റ്, കൊക്കുരുമി കൊക്കുരുമി ചാരേ, നമ്മൾ അഞ്ചു കൊഞ്ചി കൂടുന്നൊരു രാവിൽ നെഞ്ചിലൊരു കൂടുകൂട്ടാൻ പോരൂ. ചെറുപ്പയ്യൻ ഇവൻ handsome. ഒന്ന് ചേർന്നാൽ എന്നും എന്നും awesome. ഇനി എന്നും ഇവൻ എന്റെ സ്വന്തം. Don't treat me like your sister. Wanna see you watching me calling my name. Don't you know that we're playing a game? Shake your body now. Shake your body now. ജലമോട് ചേർത്തു വെച്ചാൽ കൂടെ പോരാം. പയ്യ പയ്യ മാറിലെ വിളിച്ചാലും നിൽക്കാം. എന്നും എന്നും നിന്നിലേക്ക് ഒന്ന് ചേരാം. മുത്തം താമൃതുവായി എന്നുള്ളിൽ എന്നുള്ളിൽ 100 ശലഭങ്ങൾ പറക്കുവതെന്തേ? നിന്റെ മായാ മന്ത്രണമോ? ചെറുതാരങ്ങളായിരം പിന്നും ഒരു ചിത്രവർണ്ണ രാവിന്റെ മനസ്സ്. നീ ഒരു തിങ്കൾ പക്ഷിയായൻ ജീവനിൽ കുടികൊള്ളു. സ്വപ്നങ്ങളിൽ ചിറകടി കേൾക്കും, മധുരമ മനമൊഴി മൂടും. എന്നെ ചുറ്റി ചുറ്റി വരും ഒരു കാറ്റാൽ എന്റെ മന്ദിരത്തിൽ എന്നും കൂട്. പട്ടായി കളകളമുടെ ഗാനം വേണ്ടേ ശ്രുതി മീട്ടാനായി. ഭഗവാനെ ഭഗവാനെ നിൻ പാട്ടിൽ മയങ്ങിയ രാധ ഇവളെന്നും ഗോപാങ്ക. ഇനി നീയും ഞാനും ഒന്നായി ഒരു വിച്ചാലതു നവഗാഥ. ഒരു വാക്കാം ഒരു പുതുഗാഥ, പ്രണയത്തിൻ നവഗാഥ. വിരഹിത വിരഹിത രാധ നൃത്തമഴ വരിക നീ കണ്ണ. നമുക്കായി തീർത്തൊരു ഭാഷ നീ വന്നുവെന്നാൽ കവിളിൽ ചെറുപ്പയ്യൻ ഇവൻ handsome. ഒന്ന് ചേർന്നാൽ എന്നും എന്നും awesome. ഇനി എന്നും ഇവൻ എന്റെ സ്വന്തം.